പെരിന്തൽമണ്ണ മേഖല സമസ്ത സംയുക്ത സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച വൈകിട്ട് പെരിന്തൽമണ്ണയിൽ മീലാദ് വിളംബര റാലി സംഘടിപ്പിക്കും. സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളന പ്രചാരണത്തിനും ഇതോടൊപ്പം തുടക്കമാവും. ലഹരി വിപത്തിനെതിരെ സുന്നി മഹല്ല് ഫെഡറേഷൻ പെരിന്തൽമണ്ണ മേഖലയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന നാട്ടുനന്മ ലഹരിമുക്ത മഹല്ല് പദ്ധതിയുടെ പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഹമ്മദ് നബിയുടെ ദർശനങ്ങൾ സമൂഹത്തിൽ കൂടുതൽ പ്രചരിപ്പിക്കുക, മതസൗഹാർദ്ദവും സാമൂഹിക ഐക്യവും ശക്തിപ്പെടുത്തുക, മഹല്ലുകളുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് സമസ്ത സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മീലാദ് വിളംബര റാലി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളന പ്രചാരണവും ഇതോടൊപ്പം തുടക്കമാവും. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച വൈകിട്ട് 4:30 മണിക്ക് മൗലീദ് പാരായണത്തെ തുടർന്ന് ബൈപ്പാസ് ബസ് സ്റ്റാൻഡിൽ നിന്നും മീലാദ് വിളംബര റാലി ആരംഭിക്കും. 7 മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഹുബ് റസൂൽ പ്രഭാഷണവും പൊതുസമ്മേളനവും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഏലംകുളം ബാപ്പു മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ CK അബ്ദുറഹ്മാൻ ഫൈസി, ഞർലത്ത് ഹരിഗോവിന്ദൻ, ഫാദർ ജോസഫ് ചൂണ്ടയിൽ തുടങ്ങിയവരും പങ്കെടുക്കും. തറയിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് മീലാദ് വിളംബര റാലി ആരംഭിക്കുകയും സംസ്ഥയുടെയും വിവിധ പോഷക സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരും റാലിയിൽ പങ്കെടുക്കുന്നു. SMF സ്മാർട്ട് ടീം അംഗങ്ങളുടെ സജീവ സാന്നിധ്യം റാലിയിൽ ഉണ്ടാകും. വൈകിട്ട് 7 മണിക്ക് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഹുബ് റസൂൽ പ്രഭാഷണവും പൊതുസമ്മേളനവും നടക്കും. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഷെയ്ഖുന ഏലംകുളം ബാപ്പു മുസ്ലിയാർ അധ്യക്ഷനാവും. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ CK അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര ആമുഖ ഭാഷണം നടത്തും. ഞരളത്ത് ഹരിഗോവിന്ദൻ, ഫാദർ ജോസഫ് ചുണ്ടയിൽ പ്രഭാഷണം നടത്തും. സുന്നി മഹല്ല് ഫെഡറേഷൻ പെരിന്തൽമണ്ണ മേഖലയുടെ നേതൃത്വത്തിൽ ലഹരി വിപത്തിനെതിരെ നടപ്പാക്കുന്ന നാട്ടുനന്മ ലഹരിമുക്ത മഹല്ല് പദ്ധതിയുടെ പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ചില മഹലിൽ 500 വീട്, 1000 വീട്, 1200 വീടുള്ള ഈ വീടുകളിലെ ഈ മഹല്ലുകളെ ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു പരിപാടി, പള്ളിയിൽ വെച്ച് ബോധവൽക്കരണം, അതുപോലെ തന്നെ ഒരു 40 വീട് അല്ലെങ്കിൽ 100 വീട് ഓരോ ബ്ലോക്കുകൾ ഉണ്ടാവും. അപ്പൊ ആ ബ്ലോക്കിലുള്ള ആളുകൾ അതില് എല്ലാവരും അവിടെ പാർട്ടിയോ അങ്ങനെ മഹല്ല് എന്നല്ല എല്ലാവരും വിളിച്ചിട്ട് ഇതൊരു പൊതു വിപത്താണല്ലോ ഈ ലഹരി എന്നുള്ളത്. അപ്പൊ ലഹരിക്കെതിരെ ഒരു കൂട്ടായ്മ, ബോധവൽക്കരണം, ഏറ്റവും നല്ലത് ഈ ബോധവൽക്കരണം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് വല്ലാതെ വ്യാപിച്ചുകൊണ്ട് അത് കുട്ടികളുടെ പഠനവും മറ്റു കാര്യങ്ങളും അധാർമികതയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ പരിപാടി. ലഹരിയുടെ വ്യാപനം സമൂഹത്തിൽ വലിയ സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മഹലുകൾ കേന്ദ്രീകരിച്ചുള്ള വിവിധ ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. ഒരു മഹലിന്റെ പരിധിയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവും, മദ്രസ ഉണ്ടാവും, സ്കൂളുകൾ ഉണ്ടാവും, മറ്റു സ്ഥാപനങ്ങൾ ഉണ്ടാവും, ട്യൂട്ടോറിയൽ കോളേജുകൾ ഉണ്ടാവും. അവരെ സഹകരണത്തോടു കൂടി അവരിൽ ഈ ബോധവൽക്കരണം നടത്തുക. മറ്റൊന്ന് കുടുംബ സംഗമങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ 40 വീടുകൾ കൂടിയിട്ട് ഓരോ യൂണിറ്റുകളാക്കിയിട്ട് അവരവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യും, അവരെ അങ്ങനത്തെ വല്ല വിപത്തുകളും ആരിലെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു സൗകര്യങ്ങളും കൂടി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ക്ലബ്ബുകളുണ്ട്. ഓരോ മഹലിലും ക്ലബ്ബ്, വായനശാല, ചാരിറ്റി സംഘങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ യുവാക്കളുടെ കൂട്ടായ്മകളെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ജാഗ്രതാ സമിതി, യുവാക്കളുടെ ഇടയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. നമ്മുടെ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളിൽ, പോകുവാലത്തുമേ, ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ. അപ്പൊ അവിടെ ബന്ധപ്പെടുന്ന, അവിടെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരെ വിവരം ശേഖരിക്കാൻ വേണ്ടിയിട്ടും, എന്നിട്ട് ഈ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ട് അവർക്ക് എക്സൈസിൽ നിന്നും പോലീസിലേക്കൊക്കെ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി ഉള്ള സന്ദേശങ്ങൾ. അതുപോലെ തന്നെയാണ് കൗൺസിലിംഗ്. ഇതിലകപ്പെട്ടവരെയും കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടി കൗൺസിലിംഗ്, അതിന് വേണ്ട സൗകര്യങ്ങൾ നമ്മുടെ മഹല്ലും SMF-ഉം നമ്മുടെ സംഘടനയും കൊടുക്കും. സംഘാടക സമിതി ജനറൽ കൺവീനർ VC അബ്ദുറഹ്മാൻ, സമസ്ത മണ്ഡലം സെക്രട്ടറി ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, MT മൊയ്തീൻകുട്ടി ദാരിമി, പച്ചേരി ഫാറൂഖ്, SMF ജില്ലാ കോർഡിനേറ്റർ ഇസ്മായിൽ ഫൈസി ഒടമല, OKM മൗലവി ആനമങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.